ഗസയുടെ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ ഇന്നും ആക്രമണം നടത്തി 3 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഗസ സിറ്റി, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലാണ് ബോംബിട്ടത്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം ഗസയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 236 വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കയ്യേറ്റക്കാരുടെ ആക്രമണം നടന്നു. ഒരു കുട്ടി കൊല്ലപ്പെട്ടു. 5 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചു. ഗസയിലേക്കുള്ള വിദേശ സേനയുടെ റോൾ വ്യക്തമാക്കണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടു. കൂടുതൽ വിശദാംശങ്ങളുമായി MC നാസർ ചേരുന്നുണ്ട്. MC-യെ, ആക്രമണം തുടരുന്നു. 200 കടന്ന് മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ഇതിലൊരു അറുതിയില്ല. ഏതവസ്ഥയിലാണ് ഗസ നിവാസികൾ? എന്താണ് പുതിയ വിവരങ്ങൾ? ധന്യ, നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ മാസം 10-ന് നിലവിൽ വന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഇന്ന് വരെ ഏതാണ്ട് 236 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 1000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഔദ്യോഗികമായിട്ട് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട്. പക്ഷേ അതേസമയം ഇസ്രായേൽ എപ്പോൾ ആലോചിക്കുന്നുവോ, എപ്പോൾ ചിന്തിക്കുന്നുവോ ആ ഘട്ടത്തിൽ വീണ്ടും ഗസയിലെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തുന്ന ഒരു രീതി തന്നെയാണ് ഇസ്രായേൽ പുലർത്തി വരുന്നത്. തെക്കൻ ഗസയിലാണെന്ന് ആക്രമണത്തിൽ ഇപ്പോൾ 3 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ഈ ആക്രമണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ പിൻവലിക്കുമോ, നിർത്തുമെന്നോ, അതോടുകൂടി ഈ വെടിനിർത്തൽ കരാർ വലിയ ഭംഗമില്ലാതെ മുന്നോട്ട് പോകുമോ എന്ന് ഇതുവരെയുള്ള ഇസ്രായേലിൻ്റെ അനുഭവം വെച്ചിട്ട് ഒരു വ്യക്തതയുമില്ല. മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഇക്കാര്യത്തിൽ പല നിലക്കുള്ള ചില ഇടപെടലുകൾ നടത്തി എന്നതല്ലാതെ ഇസ്രായേലിന് ഇതിനെ പിന്തിരിപ്പിക്കാൻ പോകുന്ന തക്കതായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നീക്കങ്ങളൊന്നും തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ എപ്പോൾ വേണമെങ്കിലും വീണ്ടും വെടിനിർത്തൽ ലംഘനം ഇസ്രായേൽ നടത്തുകയും ഗസക്ക് നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്താനുള്ള ഒരു അവസരം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതേസമയം പരമാവധി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുക എന്ന തങ്ങളുടെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ഇപ്പോൾ ഹമാസ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 3 മൃതദേഹങ്ങളാണ് കൈമാറിയിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഇനി ഒരു 10 അതിന് ചുവടെയോ ഉള്ള മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താനുള്ളത്. അത് കണ്ടെത്താനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഖാൻ യൂനിസിലും ഷുജായിയ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും ഇപ്പോൾ തുടർന്നു വരുന്നത്. ഈജിപ്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, അതോടൊപ്പം തന്നെ റെഡ് ക്രോസ് സംഘം, ഇതൊക്കെ തന്നെ പൂർണ്ണമായിട്ടുള്ള സഹായം ഹമാസിന് നൽകി വരുന്നുണ്ട് ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ വേണ്ടി. അതുകൂടി കൈമാറുകയാണെങ്കിൽ ഈ വെടിനിർത്തലിൻ്റെ തുടർഘട്ടങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുമെന്ന ഒരു സന്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസിനെയും അതോടൊപ്പം തന്നെ മറ്റ് പോരാളി സംഘടനകളെയും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെയും ആപേക്ഷികം മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിയുമെന്ന പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും തന്നെയാണ് ഇസ്രായേൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്നത്. അതോടൊപ്പം തന്നെ ഗസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായവും എത്തിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വവും തുടരുകയാണ്. ഏതാണ്ട് 1/3 ഭാഗം ജനങ്ങൾക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണം ലഭ്യമാക്കാനുള്ള സൗകര്യം ഇനിയും ഉണ്ടായിട്ടില്ല എന്നാണ് UN ഏജൻസികൾ റിപ്പോർട്ട് നൽകുന്നത്. അതോടൊപ്പം തന്നെ താൽക്കാലിക താമസ കേന്ദ്രങ്ങൾ ഒരുക്കാനുള്ള പദ്ധതിയും ഏറെക്കുറെ പരാജയപ്പെട്ട ഒരവസ്ഥയിൽ തന്നെയാണ്. 80% ജനങ്ങൾക്കും ഭവനമില്ലാത്തൊരവസ്ഥയുണ്ട്. അവിടേക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു താമസ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന റെഡ് ക്രോസിൻ്റെയും മറ്റും നീക്കങ്ങളും അത് മുന്നോട്ട് പോകണമെങ്കിൽ ഇസ്രായേൽ കൂടുതൽ സൗകര്യങ്ങളും ഉപകരണങ്ങളും കൊണ്ടുപോകാൻ അനുവദിക്കേണ്ടതുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടും കൃത്യമായിട്ടുള്ള ഒരു അനുമതി നൽകാൻ ഇസ്രായേൽ നേതൃത്വം വിസമ്മതിക്കുകയാണ്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ ഇസ്രായേൽ പറയുന്നുണ്ടായിരുന്നു. ഹമാസിനെതിരെയായിരുന്നു ആരോപണം. ബന്ദികളെ കൈമാറുന്നതിലായിരുന്നു പ്രശ്നം. കഴിഞ്ഞ ദിവസം പോലും ഹമാസ് അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ശരീരാവശിഷ്ടങ്ങളുള്ള പെട്ടികൾ കൈമാറിയതായൊക്കെയുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലും ഇനി ഇസ്രായേൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങളിൽ ഇനി ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. മറ്റെന്ത് കാരണങ്ങളായിരിക്കാം ഇസ്രായേൽ ഇനി ആക്രമണത്തിന് കണ്ടെത്തുന്നത്? മാത്രവുമല്ല, ഇതിലാരും ഇടപെടുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ട്രംപിന്റെ മധ്യസ്ഥതയിലാണ്, ട്രംപ് മുൻകൈയെടുത്താണ് ഈ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു രീതിയിലുമുള്ള ഇടപെടൽ ലോകരാജ്യങ്ങളിൽ പോലും സംഭവിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യം എന്ന നിലയ്ക്ക് തുർക്കി ഇതിൽ വളരെ ശക്തമായിട്ടുള്ളൊരു നടപടി സ്വീകരിച്ചു. ഇന്നിപ്പോൾ തുർക്കി വിദേശകാര്യമന്ത്രി അങ്കാറയിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ട് വിദേശകാര്യ മന്ത്രിമാരും മറ്റുമായിട്ടും ചർച്ച നടത്തിയിരുന്നു. UAE, സൗദി അറേബ്യ, ഖത്തർ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വെടിനിർത്തൽ ഇപ്പോൾ നിലവിൽ വന്നതിൻ്റെ ഈ അനിശ്ചിതത്വം പിരിമുറുക്കവും ഒക്കെ നിലനിൽക്കുന്നൊരു ഘട്ടത്തിലും ഇതൊരു സ്ഥായിയായ സ്വഭാവത്തിലേക്ക് എങ്ങനെ
മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ചർച്ചയാണ് ഇതിൽ പ്രധാനമായിട്ടും നടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുർക്കി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു വിദേശ സേനയുടെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഈ സേനയ്ക്കുണ്ടായിരിക്കണം. എന്താണ് ഈ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായി തന്നെ നിർവചിക്കേണ്ടതുണ്ട്. അല്ലാതെ നിലവിലുള്ള ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ പോലും ഫലസ്തീനികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത് വെടിനിർത്തൽ സാധ്യതയെ കൂടുതൽ അതിന് തിരിച്ചടി ആണ് ഉണ്ടാക്കുക. അതുകൊണ്ട് കുറെ കൂടി കാര്യത്തിൽ വ്യക്തത വേണം. അതോടൊപ്പം തന്നെ റഫ അതിർത്തി ഉൾപ്പെടെയുള്ളവ തുറന്നുകൊണ്ട് കൂടുതൽ സഹായ വസ്തുക്കളും അതോടൊപ്പം തന്നെ മറ്റു ഉപകരണങ്ങളും ഗസയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. മറ്റൊന്ന് ശ്രമങ്ങൾ എങ്ങനെ നടക്കുന്നു? തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളുണ്ട്. ബന്ദികളുടെ മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമാണ്. അതായിരുന്നു ഹമാസ് ഇത് വൈകുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ആദ്യഘട്ടം, ആ കരാറിന്റെ ആദ്യഘട്ടം അതായിരുന്നു ബന്ദികളെ കൈമാറുക പൂർണ്ണമായിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷെ മൃതദേഹങ്ങൾ കൈമാറുന്നതിലുള്ള ആ ബുദ്ധിമുട്ട് ഹമാസിന് നേരത്തെ തന്നെ ഹമാസ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നതാണ്. ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആരോപണത്തിന് മറുപടി നൽകിയതാണ്. ഇപ്പോഴെന്താണ് സാഹചര്യം? കൂടുതൽ എക്യുപ്മെന്റ്സ് എത്തിക്കാനും ഇവർക്ക് തെരച്ചിൽ കൂടുതൽ നടത്താനും സാധിക്കുന്നുണ്ടോ? തന്നെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇസ്രായേൽ പോലും അതിൻ്റെ തീരുമാനം മാറ്റുന്നതിൻ്റെ സൂചനയായിട്ടായിരിക്കാം ഇന്നിപ്പോൾ 5 തടവുകാരെ, പലസ്തീൻ തടവുകാരെ ഏകപക്ഷീയമായി തന്നെ ഇന്നിപ്പോൾ ഇസ്രായേൽ വിട്ടയച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് 3 ബന്ദികളുടെ മൃതദേഹം ഇന്നലെ കൈമാറിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇനി ഒരു 10 അതിൽ ചുരുങ്ങിയ മൃതദേഹങ്ങൾ മാത്രമാണ് ഇനി ഔദ്യോഗികമായിട്ട് കൈമാറാനുള്ളത്. ഇത് കണ്ടെത്താനുള്ള തിരക്കിട്ട ഊർജിതമായിട്ടുള്ള നീക്കങ്ങളാണ് ഷുജായിലും ഖാൻ യൂനിസിലും മറ്റ് ഗസ പ്രദേശങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈജിപ്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഹമാസിന് ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ ഈ മൃതദേഹങ്ങളുടെ കൈമാറ്റം നടക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഹമാസ് നേതൃത്വം പങ്കുവെക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും നിരന്തരമായിട്ട് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ തങ്ങളുടെ സൈന്യത്തിന് നേരെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, കാരണം അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി തങ്ങൾ ഇപ്പോഴും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റും വരെ ഗസയിൽ ഈ ആക്രമണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന ഒരു വെല്ലുവിളി ഇസ്രായേൽ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബന്ദികളുടെ മൃതദേഹം കൈമാറിയത് കൊണ്ട് മാത്രം ഈ പ്രതിസന്ധി തീരുമെന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തുക സാധ്യമല്ല. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനെ കുറെ കൂടി ഈ വെടിനിർത്തൽ കരാറുമായിട്ട് അതിൻ്റെ 2ാം ഘട്ട ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കാൻ സാധിക്കുമെന്നൊരു ഒരു പ്രതികരണമാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും അതോടൊപ്പം തന്നെ തുർക്കിയെയും പങ്കുവെക്കുന്നത്. അത് നടക്കുകയാണെങ്കിൽ ഈ വെടിനിർത്തൽ മുന്നോട്ട് പോകും. അതല്ല എങ്കിൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും വെടിനിർത്തൽ ആ ഒരു കരാർ അവസാനിക്കുകയും കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വേണ്ടി പിന്നെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും രൂപപ്പെടുക. അത് ഇല്ലാതാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ പല നിലക്കും പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധന്യ. ശരി, MC, നന്ദി.